ആ പെനിവൈസ്, പെനിവൈസ് എന്നെ വെറുതെ വിടണടാ. എനിക്ക് എൻ്റെ പട്ടിയെയും ജീവിക്കാൻ നീ വിടണം. ഞങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിന്നോട്? എപ്പോഴെങ്കിലും ഭാവിയിൽ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയടാ. ആഹാ, ആ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കരുത്. 10 ദിവസം നിന്നെ ഞാൻ ടോർച്ചർ ചെയ്തു. ആരും ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ആരും വീഡിയോ പോലും കാണുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ കത്തിക്കാൻ പോകുന്ന ജീവനോടെ. നീ തീർന്നടാ, നീ തീർന്നു, നീ ചാവണം. എന്ത് രസമാണ് നിന്നെ കാണുമ്പോൾ. ഇങ്ങനത്തെ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ചെയ്യൂടാ, അവര് സബും ചെയ്യും. നിന്റെ മേളിൽ പെട്രോൾ ഒഴിച്ച് നിന്നെ കത്തിക്കുന്ന ദിവസം ഇന്നാ നീ ചാവണ്ടേ. ആ ചോപ്പിനെ തൊഴിക്കരുത്. നീ അവനെ പറഞ്ഞു പറ്റിച്ചു. ഇനി അവൻ എനിക്ക് സ്വന്തടാ, എനിക്ക് സ്വന്തം. അവനൊന്നും മനസ്സിലാവില്ല. എല്ലാരും ഇനി ഇത് കണ്ട് ഞെട്ടിക്കോ. എന്നെ പ്ലീസ് വെറുതെ വിടടാ. പറയുന്ന കേക്ക്. നിങ്ങൾ മണ്ടത്തര കാണിച്ചു കൂട്ടുന്നേ. എൻ്റെ കത്തിയുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇതെനിക്ക് എങ്ങനെയും ഇന്ന് പിടിച്ചോ. ആരും ഇത് കണ്ട് അനുഗ്രഹിക്കരുത്. അയ്യോ, എന്നോട് ചോദിക്കും ആരും ഇത് കണ്ട് അനുകരിക്കരുത്. ഇതൊക്കെ ഈ പെനിവൈസിനെ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നേ. കുഞ്ഞുങ്ങൾ ഇത് കാണുവാണെങ്കിൽ കാണാതെ പോകുക. ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ. ലാസ്റ്റ് എനിക്കിട്ട് പൊങ്ങൽ കിട്ടും. ഇന്ന് പിടിച്ചോ. നീ കുറേ ആയി ചെയ്യുന്നു. ഇന്ന് പിടിച്ചോ. നിന്റെ മുഖത്തിൽ ചിരി വായുന്നില്ല. ചിരിക്കാതെ നിക്കണ പട്ടി. ഇന്ന് പിടിച്ചോ. ചിരി നിർത്ത്. വാടാ നീ. തീർക്കും ഞാനിന്ന്. തീർക്കുന്നുള്ള കാര്യം ഇത് ഉറപ്പായിട്ടുണ്ട്. അയ്യ, എൻ്റെ യജമാനെ വിട്. നിന്റെ യജമാനൻ ചോപ്പ, നീ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ഇത് നിന്റെ യജമാനല്ല. പറയടാ, നീ അവൻ്റെ യജമാനല്ലാന്ന്. പറയില്ലടാ. നിന്നെ കുത്തിക്കൊല്ലും ഞാൻ ഇനിയും. ഷിൻചാൻ അവനിപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് പോലും അറിയില്ല. പട്ടിയുടെ കുറച്ചേ ചെയ്യുന്നോടാ. പട്ടി നീ ശരിക്കും പട്ടിയാ. പട്ടിയുടെ വില പോലും നിനക്കില്ല. നിന്നെ ഞാനിന്ന് ഇന്ന് എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ലടാ. പെനിവൈസ് ദ്രോഹിച്ച് മനുഷ്യനെ ഇനിയും ദ്രോഹിക്കും നിന്നെ. നീയോ എന്നെ ദ്രോഹിക്കാൻ മാത്രമായോ? എടാ ചോപ്പേ, നീ പറയുന്ന മനസ്സിലാക്കുന്നില്ല അല്ലേ? ചോപ്പിനെ ചെറുതായി ഓർമ്മ കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ അഭയം ചോദിക്കാം. എനിക്ക് അഭയം തരാതിരിക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു 3-ാം ഭാഗം ചെയ്തെടുത്തേ. എന്നിട്ടും നിങ്ങൾ ഇനി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഐ ഹെയ്റ്റ് യു. നിങ്ങൾ കാണുന്നവരെ വരെ ഞാൻ വെറുക്കുന്നു. സബ്സ്ക്രൈബും ഇല്ല, ലൈക്കും ഇല്ല. കഷ്ടപ്പെട്ട് മനുഷ്യൻ ഇവിടെ വീഡിയോസും ചെയ്യുക. കഷ്ടപ്പെട്ട് PC മേടിച്ച് വീഡിയോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതൊരു പട്ടി കുഞ്ഞു പോലും കാണുന്നുമില്ല. ഇവിടെ മനുഷ്യനാണെങ്കിൽ കഷ്ടപ്പെടുകയാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യാനാ? എനിക്കറിയാം, ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഇതിലൊരു ശബ്ദമൊന്നും ഇല്ലാണ്ടായിരിക്കുമോ? എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ സജ്ജീകരണമേ ഉള്ളൂ. നിങ്ങളതൊക്കെ ആലോചിക്കണം. ഇവിടെ എനിക്കൊന്നും കാണാമില്ല. എടാ പെനിവൈസേ, ഇവിടെ കെടുക്കടാ. എന്നെ വിടറാ നീ എന്നെ. നിന്നെ ജീവനോടെ ഞാൻ കത്തിക്കും. നിന്റെ പട്ടീനെയും നിന്റെ ചെറുക്കനെയും ഞാൻ കത്തിക്കും. നീ അതിനുള്ളതായിട്ടില്ലടാ പെനിവൈസേ. അത്രയ്ക്ക് അങ്ങോട്ട് വിളച്ചിലെടുക്കാൻ വിചാരിച്ചോ എൻ്റെ പട്ടിയെ നീ? അവൻ ഓർമ്മ കിട്ടും. അതിനു മുന്നേ നിന്നെ ക്രൂരമായിട്ട് കത്തിച്ച് ചാമ്പലാക്കിയാളിവിടാ ഞാൻ. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, വേണ്ടേ. അയ്യോ, എനിക്ക് തീ ഭയങ്കര പ്രശ്നമാ. നിന്റെ വീക്ക്നെസ് അല്ലേ? പിടിച്ചോ. ചാവ് നീ. അയ്യോ, ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്കടാ. വാടാ ഷോപ്പ്, എവിടുന്ന് വേഗം പോവാം. ഫ്രാങ്ക്ലിനെ നിന്നെ ഞാൻ വിടില്ലടാ.
അവൻ്റെ കാര്യം കട്ട പൊകടാ. വാടാ വാടാ ചോപ്പേ വാടാ. വാ നമുക്ക് വീട്ടിൽ പോവാൻ ചോപ്പേ. നിനക്കങ്ങനെ ഓർമ്മ വന്നല്ലോ. ബബ്ബ ഫാമിലി ഇപ്പം എന്താ നടന്നേ അന്നും നിന്നെ അടുത്ത് ഞാൻ പറയാം. ചെറിയൊരു കഥയാക്കി എല്ലാം പറയാം. See you.